കൂവളത്തിന് തന്ത്രവിധികളിൽ വെച്ചിട്ട് ഭുവനേശ്വരി പൂജകളിൽ ഇപ്പോൾ സാമാന്യമായിട്ട് ചെയ്യുന്ന എല്ലായിടത്തും പതിവില്ല, പക്ഷേ മറ്റ് ചില സ്ഥലങ്ങളിൽ രക്തചന്ദനത്തിൽ ചാലിച്ചിട്ട് കൂവളത്തിൻ്റെ ഇല പുഷ്പാഞ്ജലി കഴിക്കുകയാണെങ്കിൽ അതൊരു വിശേഷ ഫലസിദ്ധിയായിട്ട് തന്നെയാണ് നമ്മൾ പറയുക. ഇതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് കൂവളത്തിൻ്റെ കായ. നമ്മൾ ആ മഞ്ഞപ്പ് കലർന്ന കായ, മാംസളമായിട്ടുള്ള ഭാഗം നമ്മൾ എടുത്തിട്ട് സിമൻറ്റ് പോലെ, അതായത് പ്രത്യേകമായിട്ടുള്ള കൂട്ടിക്കുഴച്ച മണ്ണുകളിലോട് ചേർത്ത് യോജിപ്പിച്ചാൽ അതിന് സിമൻറ്റിൻ്റെ പോലത്തെ ഉറപ്പ് കിട്ടും എന്നാണ് പറയുക. പ്രത്യേകിച്ച് കളിമണ്ണ് പോലുള്ള വസ്തുക്കളിൽ ചേർത്താൽ, ഈ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ഈ സുർക്കി പോലുള്ള മിശ്രിതങ്ങളിൽ ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവം ഇത് തന്നെയായിരുന്നു. ഇതുപോലെ തന്നെ പണ്ട് കാലത്ത് ഛായാചിത്രങ്ങളാണ് ഉണ്ടായിരുന്നതെല്ലാം. അപ്പോൾ ഈ ചായം എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതും ഇതേ മഞ്ഞപ്പ് തന്നെയാണ്. പ്രത്യേകിച്ച് അതിനെ കിളികൾ അങ്ങനെയുള്ള